നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. കേരള കലാമണ്ഡലം ചാൻസലറുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച സർക്കാർ നടപടി വിവാദമാകുന്നു. പ്രതിഷേധവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാർ ചാൻസലറുടെ പ്രതിമാസ ഓണറേറിയം ഭീമമായി വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് നേതാക്കൾ. കുളപ്പുള്ളി പട്ടാമ്പി പാതയിൽ വടനംകുറിശ്ശിയിലൂടെ ദുരിതയാത്ര. മേൽപ്പാല നിർമ്മാണം പാതിവഴിയിലായ റെയിൽവേ ഗേറ്റ് പരിസരത്ത് പാതയിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. മഴ പെയ്യുമ്പോൾ പാത പുഴ പോലെ. റോഡ് നവീകരണം പുരോഗമിക്കുന്ന റൂട്ടിൽ പല ഭാഗങ്ങളിലും ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ച. ഒറ്റപ്പാലത്തെ തഴഞ്ഞ് ദീർഘദൂര ട്രെയിൻ സർവീസുകൾ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന സ്റ്റേഷനിൽ ദീർഘദൂര വണ്ടികൾക്ക് ഇപ്പോഴും സ്റ്റോപ്പില്ല. കോവിഡിനെ തുടർന്ന് നിർത്തലാക്കിയ പല ട്രെയിനുകളുടെയും സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. അടിയന്തരാവസ്ഥ ചരിത്രം പാഠപുസ്തകത്തിൽ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തണമെന്ന് എമർജൻസി വിക്ടിംസ് ഫോറം. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികളെ രണ്ടാം സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രഖ്യാപിക്കണം. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ തെരുവിലിറങ്ങിയവരുടെ കൂട്ടായ്മ പാലക്കാട്. വടക്കാഞ്ചേരിയിൽ അർദ്ധരാത്രിയുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. അപകടം നിയന്ത്രണം വിട്ട സ്കോർപിയോ ടിപ്പർ ലോറിയിലും മതിലിലും ഇടിച്ച്. പരിക്കേറ്റത് ചെറുതുരുത്തി സ്വദേശികൾക്ക്. വടക്കാഞ്ചേരി വാഴാനി റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിയുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ പ്രതിഷേധവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. സാധാരണക്കാർക്ക് കൃത്യമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാർ പ്രതിസന്ധി ഘട്ടത്തിൽ ഭീമമായ തുക ചാൻസലർക്ക് പ്രതിമാസ ഓണറേറിയമായി അനുവദിച്ച് ഉത്തരവിറക്കിയ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് പറഞ്ഞു. കലാമണ്ഡലം ചാൻസലറായ മല്ലിക സാരാഭായിക്ക് ഓണറേറിയം എന്ന പേരിൽ യാത്രാ താമസ ഭത്തകളടക്കം 3 ലക്ഷം രൂപയോളം നൽകാനുള്ള സർക്കാർ ഉത്തരവിനെതിരെ പ്രതിഷേധവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. കലാധ്യാപകർക്കും ജീവനക്കാർക്കും സർക്കാർ ഗ്രാന്റ് കുറവാണെന്ന സാഹചര്യത്തിൽ ശമ്പളം മുടങ്ങുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. കൂടാതെ കലാധ്യാപകരുടെ നിയമനം തടയുകയും കലാമണ്ഡലത്തിലെ ചിലവ് വർദ്ധിച്ചപ്പോൾ കുട്ടികളുടെ സന്ദർശന ഫീസടക്കം വൻ വർധന വരുത്തിയ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് ഇത്രയും ഭീമമായ തുക ചാൻസലർക്ക് നൽകാനുള്ള നടപടി അംഗീകരിക്കാനാവില്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് പറഞ്ഞു. ഓണറേറിയം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സർക്കാർ പിൻവലിച്ചില്ലെങ്കിൽ ചാൻസലറോട് നേരിട്ട് പ്രതിഷേധം അറിയിക്കുമെന്നും ഷാനവാസ് വ്യക്തമാക്കി. അത്രത്തോളം സാമ്പത്തിക ഞെരുക്കത്തിൽ ഉൾപ്പെട്ട് കിടക്കുന്ന ഒരു കലാ സാംസ്കാരിക കേന്ദ്രത്തിൽ ഈ സർക്കാരിൻ്റെ ഗ്രാന്റ് കുറഞ്ഞു പോയി എന്നും അത് കൃത്യമായിട്ട് പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടൊക്കെ കലാ അധ്യാപകരെ പോലും പുതുതായി നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ വിദ്യാർത്ഥി അധ്യാപക തോത് വളരെയധികം വ്യത്യാസത്തിലാണ് കിടക്കുന്നത്. തികച്ചും സൗജന്യ സേവനം എന്നുള്ള നിലയ്ക്ക് ഒരു ചാൻസലർ കൊണ്ടുപോകേണ്ട സമയത്ത് ചാൻസലർക്ക് 3 ലക്ഷം രൂപയോളം ചിലവാക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരികയാണ്. സർക്കാർ ഒരു ഭാഗത്ത് മുണ്ട് മുറുക്കി ഉടുക്കാൻ പറയുകയും മറുഭാഗത്തുകൂടെ ഇത്തരത്തിലുള്ള ദൂരത്തിൻ്റെ ഏറ്റവും മൂർത്തി ഭാഗത്തൂടെ സഞ്ചരിക്കുന്ന സമയം തികച്ചും ഇത് പിൻവലിക്കേണ്ട ഒന്നാണ്. ഇത് പാർട്ടി ഇന്റർനാഷണൽ കോൺഗ്രസ് ഈ വിവരം നേരിട്ട് മല്ലിക സാരാഭായി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട കലാമണ്ഡലത്തിൻ്റെ ചാൻസലറെ നേരിട്ട് അറിയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. അപകടത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. രാവിലെ 11 മണിയോടെ വടക്കാഞ്ചേരി വാഴാനി റോഡിലായിരുന്നു അപകടം. വിരുപ്പാക്ക സ്വദേശി 53 വയസ്സുള്ള അയ്യപ്പൻ വീട്ടുകാരുമായി വടക്കാഞ്ചേരിയിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ മരം വീഴുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ മറിഞ്ഞു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന അയ്യപ്പന്റെ സഹോദരിക്കും പേരക്കുട്ടി 16 വയസ്സുള്ള ചിന്നുവിനുമാണ് പരിക്കേറ്റത്. അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. ഞാൻ വടക്കായ ഓട്ടുകാരൻ സൈഡിൽ വരികയായിരുന്നു. പെട്ടെന്ന് ഒരു മരം വന്ന് വണ്ടിയിലേക്ക് വീണു. അങ്ങനെ വണ്ടി മറന്നു. വണ്ടി സ്റ്റക്കായി. ഓട്ടോറിക്ഷയിൽ നിന്ന് വൻതോതിൽ പുക ഉയർന്നതിനാൽ വടക്കാഞ്ചേരി ഫയർഫോഴ്സും സ്ഥലത്തെത്തി. വടക്കാഞ്ചേരി പോലീസും സംഭവസ്ഥലത്തെത്തിയിരുന്നു. പരിക്കേറ്റവരെ വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാഹനയാത്രക്കാർക്ക് ദുരിതമായി വെള്ളക്കെട്ട്.
പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് പരിസരത്താണ് ദുരിതയാത്ര. റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് വാഹനയാത്രക്കാർക്ക് ഏറെ ദുരിതമായിരിക്കുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി റെയിൽവേ ഗേറ്റിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് വാഹനയാത്രക്കാർക്ക് ദുരിതമായി തീർന്നിരിക്കുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി റോഡും മേൽപ്പാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശത്താണ് ടാറിംഗ് നടത്താത്തതിനാൽ മണ്ണും ചെളിയും നിറഞ്ഞ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ ടാറിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് റെയിൽവേ ബ്രിഡ്ജസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ പരിഹാര നടപടികളും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. നിത്യേന നിരവധി ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തെന്നി വീഴുന്ന അവസ്ഥയാണുള്ളത്. രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള കിടമത്സരം കൊണ്ടാണ് വെള്ളക്കെട്ട് രൂപം കൊണ്ട സ്ഥലത്ത് റോഡ് പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതെന്നാണ് ആക്ഷേപം. പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ ഉടൻ നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സംസ്ഥാന പാതയിൽ രൂപപ്പെട്ട വലിയ ഗർത്തങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി ചാലെടുത്ത ശേഷം നികത്തിയ ഭാഗങ്ങളിലാണ് വീണ്ടും കൂറ്റൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. മങ്കര മാങ്കുറിശി ചാത്തിക്കഴായ ഭാഗത്താണ് ചാലെടുത്ത് മൂടിയ ഭാഗങ്ങളിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന പാതയിലാണ് ഗർത്തം. അമിത ലോഡുമായി എത്തുന്ന വാഹനങ്ങൾ ഇതുവഴി വന്നാൽ അപകടമുറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പൈപ്പിടാനായി കുഴിച്ച ചാലാണിത്. മുകളിൽ മെറ്റലിട്ട് മൂടിയിട്ടുണ്ട്. ഇവിടെയാണ് വീണ്ടും ഗർത്തം രൂപപ്പെട്ടത്. മൂടിയ ഭാഗം വീണ്ടും താഴ്ന്നിറങ്ങിപ്പോയിട്ടുണ്ട്. താൽക്കാലിക പരിഹാരം ഉണ്ടാകണമെന്നാണ് വാഹനയാത്രക്കാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വടക്കാഞ്ചേരിയിൽ അർദ്ധരാത്രിയുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ഉത്രാളിക്കാവിന് സമീപം നിയന്ത്രണം വിട്ട സ്കോർപിയോ ടിപ്പറിലും മതിലിലും ഇടിക്കുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന ചെറുതുരുത്തി സ്വദേശികളായ നിഹാജ്, നാസർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തു നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഉത്രാളിക്കാവ് ക്ഷേത്രം കഴിഞ്ഞുള്ള വളവിൽ നിയന്ത്രണം വിടുകയായിരുന്നു. വേഗത്തിലെത്തിയ വാഹനം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ടിപ്പറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചതോടെയാണ് മതിലിലും തുടർന്ന് തിരിഞ്ഞ് പിറകുഭാഗം ടിപ്പറിലും ഇടിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന ചെറുതുരുത്തി സ്വദേശികളായ നിഹാജ്, നാസർ എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ തെരുവിലിറങ്ങിയവർ പാലക്കാട്ട് ഒത്തുകൂടി. എമർജൻസി വിക്ടിംസ് ഫോറം സംഘടിപ്പിച്ച കൂട്ടായ്മ വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുടെ ശോഷണം രാജ്യത്തെ വീണ്ടും ഇരുണ്ട നാളുകളിലേക്ക് നയിക്കുകയാണെന്ന് വിളയോടി വേണുഗോപാൽ പറഞ്ഞു. സോഷ്യലിസ്റ്റ് പുരോഗമന ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും മാത്രമേ രാജ്യത്തെ രക്ഷിക്കാനാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാട്ടം നടത്തിയവർ കേരളത്തിൽ 8000-ഓളം ആളുകൾ കേരളത്തിൽ അടിയന്തരാവസ്ഥയിൽ DIR മിസ്സിൽ കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1,75,000 ആളുകൾ ഇന്ത്യയിലാകെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരാവസ്ഥ ഇന്ന് നമ്മുടെ രാജ്യത്ത് സകല മേഖലകളിലും അന്ന് അടിയന്തരാവസ്ഥ ഔദ്യോഗികമാണെങ്കിലും ഇന്ന് അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയാണെന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പല കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും തന്നെ കോർപ്പറേറ്റ് അധിനിവേശത്തിനെതിരെ ചോദ്യം ചെയ്യുന്നവരെ മുഴുവൻ ഇന്ന് വേട്ടയാടുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അടിയന്തരാവസ്ഥ ചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്നും അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രവർത്തകരെ 2ാം സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രഖ്യാപിക്കണമെന്നും വിക്ടിംസ് ഫോറം ആവശ്യപ്പെട്ടു. കെ കുട്ടികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വി കൃഷ്ണൻകുട്ടി, ആർ സുരേന്ദ്രൻ, VS രാധാകൃഷ്ണൻ, കെ നാരായണൻ, N ബാലകൃഷ്ണൻ, നാരായണൻ വിളയോടി, ഗോപാലൻ മലമ്പുഴ, രാജമുത്തു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെ വീണ്ടും പോസ്റ്റർ. പള്ളിപ്പടി ബസ് സ്റ്റോപ്പിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ജനങ്ങൾ കൈവിട്ട മുൻ ആലത്തൂർ MP-യെ ചേലക്കരയിൽ കെട്ടിയിറക്കരുത്, കോൺഗ്രസിന്റെ ആദർശ ശുദ്ധി സംരക്ഷിക്കാൻ സ്വഭാവശുദ്ധിയും വിദ്യാഭ്യാസവുമുള്ളവർക്ക് അവസരം നൽകണം തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററിലുള്ളത്. പോസ്റ്ററിന് പുറമെ രമ്യ ഹരിദാസിനെതിരെ വിവിധയിടങ്ങളിൽ നോട്ടീസും വിതരണം ചെയ്തിട്ടുണ്ട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ടെറസ് ഫാമിംഗ് വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം രൂപയാണ് ടെറസ് ഫാമിങ്ങിനായി
വകയിരുത്തിയിരിക്കുന്നത്. ടെറസ് ഫാമിങ്ങിൻ്റെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിൻ്റെ 2023-24 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ വൈദ്യുത ഘടക പദ്ധതിയിൽ പെടുത്തി 5 ലക്ഷം രൂപയാണ് ടെറസ് ഫാമിംഗ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, കൃഷി ഓഫീസർ മനീഷ, കൃഷി അസിസ്റ്റന്റ് പ്രകാശൻ, വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. മണ്ണും വളവും തൈയും നിറച്ച HDP ചട്ടിയാണ് നൽകുന്നത്. ഒരാൾക്ക് 24 ചട്ടിക്കായി 5000 രൂപയാണ് ഈടാക്കുന്നത്. ഇതിൽ 75% ഗ്രാമപഞ്ചായത്ത് സബ്സിഡിയും 25% ഗുണഭോക്താവും നൽകണം. അപേക്ഷ സമർപ്പിച്ച 110 പേർക്കാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലത്ത് ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഇല്ലാത്തത് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. നിലവിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നുണ്ടെങ്കിലും കോവിഡിനെ തുടർന്ന് നിർത്തലാക്കിയ പല ട്രെയിനുകളും ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇന്ത്യൻ റെയിൽവേയിലെ സദേൺ റെയിൽവേ സോണിൽ പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ വരുന്ന ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമായി 120 വർഷം പിന്നിട്ടിട്ടും സുപ്രധാന ട്രെയിനുകൾക്കൊന്നും ഇപ്പോഴും ഒറ്റപ്പാലത്ത് സ്റ്റോപ്പില്ല. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ടീ ഗാർഡൻ എക്സ്പ്രസ് ട്രെയിനിൻ്റെ ഒറ്റപ്പാലത്തെ സ്റ്റോപ്പ് ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ചാലക്കുടി, ഇരിഞ്ഞാലക്കുട പോലെയുള്ള സ്റ്റേഷനുകളിൽ പോലും സ്റ്റോപ്പുള്ള ടീ ഗാർഡൻ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കാരക്കൽ എക്സ്പ്രസിന് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പില്ലാത്തത് ഒറ്റപ്പാലത്തോടുള്ള ഏറ്റവും വലിയ അവഗണന തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ഒറ്റപ്പാലത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് രാവിലെയുള്ള എറണാകുളം മെമുവും ശബരി എക്സ്പ്രസും ആലപ്പുഴ എക്സ്പ്രസും കഴിഞ്ഞാൽ ഉച്ചയ്ക്കു ശേഷം മാത്രമാണ് ട്രെയിനുള്ളത്. എന്നാൽ 2:30 ഒറ്റപ്പാലത്തെത്തുന്ന കേരള എക്സ്പ്രസിനെ എപ്പോഴും ആശ്രയിക്കാനും സാധിക്കാത്ത അവസ്ഥയാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 മണിക്ക് എടുക്കുന്ന ബാംഗ്ലൂർ എറണാകുളം ഇൻ്റർസിറ്റിക്കും ഒറ്റപ്പാലത്ത് സ്റ്റോപ്പില്ല. അമൃത് ഭാരത് പദ്ധതി പ്രകാരം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ 10 കോടിയിലധികം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഒറ്റപ്പാലത്തെ മലബാറിൻ്റെ റെയിൽവേ ഹബ്ബാക്കി മാറ്റണമെന്ന ആവശ്യത്തോട് റെയിൽവേ ഇപ്പോഴും മുഖം തിരിഞ്ഞാണ് നിൽക്കുന്നത്. പാലക്കാട് നിന്നും ഷൊർണൂരിലേക്ക് പോകാതെ ഒറ്റപ്പാലം വഴി തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന കൊച്ചുവേളി സമ്മർ സ്പെഷ്യൽ എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, കൊച്ചുവേളി എക്സ്പ്രസ്, എറണാകുളം എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ മെയിൽ തുടങ്ങി 45ഓളം ട്രെയിനുകളിൽ കന്യാകുമാരി എക്സ്പ്രസ്, കേരള എക്സ്പ്രസ്, അഹല്യ നാഗരി എക്സ്പ്രസ് എന്നിങ്ങനെ ചുരുക്കം ചില ട്രെയിനുകൾക്ക് മാത്രമാണ് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുള്ളത്. ഷൊർണൂരിൽ സ്റ്റോപ്പുള്ളതും ഒറ്റപ്പാലത്ത് നിർത്താത്തതുമായ ട്രെയിനുകൾ വേറെയുമുണ്ട്. സ്റ്റോപ്പ് അനുവദിക്കാത്ത സ്റ്റേഷനാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മോടി പിടിപ്പിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഒറ്റപ്പാലത്തോടുള്ള റെയിൽവേയുടെ അവഗണന അവസാനിപ്പിക്കാൻ ഈ വിഷയത്തിൽ ജനപ്രതിനിധികൾക്ക് കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കാം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ കിഴക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മിൽമ മലബാർ മേഖലാ യൂണിയൻ ക്ഷീരകർഷകർക്കായി നടപ്പിലാക്കിയ വിവിധ ക്ഷേമ പദ്ധതികളുടെ വിശദീകരണ യോഗം നടത്തി. യോഗം മിൽമ സൂപ്പർവൈസർ P. ശാലിന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷീരസംഘം പ്രസിഡന്റ് K. ഗോപിനാഥൻ അധ്യക്ഷനായി. ഡയറി ഫാം എങ്ങനെ ലാഭകരമാക്കാമെന്ന വിഷയത്തിൽ K. റിബു ആര്യമ്പാവ് ക്ലാസ് എടുത്തു. ക്ഷീരകർഷകർക്കായി മിൽമ ഒട്ടേറെ ക്ഷേമ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതൊന്നും ശരിയാം വിധം ക്ഷീരകർഷകരിലേക്ക് എത്തുന്നില്ല. ഇതേ തുടർന്നാണ് ക്ഷീരസംഘങ്ങൾ വഴി വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് മിൽമ സൂപ്പർവൈസർ P. ശാലിന പറഞ്ഞു. പൂലോടി ക്ഷീരസംഘം പ്രസിഡന്റ് KS സതീഷ് കുമാർ, KL സ്വാമിനാഥൻ, സംഘം സെക്രട്ടറി P. സുനിത തുടങ്ങിയവർ സംസാരിച്ചു. 25 വർഷത്തെ മിൽമയുടെ ആസൂത്രണ പദ്ധതികളായ കരുതലും ക്ഷേമവും എന്ന പദ്ധതിയിൽ ഒത്തിരി പുതിയ പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കർഷകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുകയാണെങ്കിൽ 25,000 രൂപ ധനസഹായം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കൈകാലം അങ്ങനെ മുറിവ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടും ധനസഹായം നൽകുന്നുണ്ട്. നമ്മുടെ കർഷകരുടെ മക്കളുടെ പെൺമക്കളുടെ വിവാഹം നടത്തുകയാണെങ്കിൽ 10,000 രൂപ ക്ഷീരസുമംഗലി പദ്ധതി പ്രകാരം കർഷകരുടെ മക്കൾക്ക് വേണ്ടി ഒരു വിവാഹ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അത് നമ്മുടെ വിധവകളായ സ്ത്രീകളാണെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടി 50,000 രൂപയാണ് ധനസഹായമായിട്ട് നൽകുന്നത്. ഭരണസമിതി അംഗങ്ങളും 100ഓളം ക്ഷീരകർഷകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കൊമേഴ്സ് വിഭാഗത്തിന്റെ റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങി. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ E. മുരളി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് കോമേഴ്സ് റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സെമിനാർ ഹാളിൽ നടന്ന ഉദ്ഘാടനം
അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഇ മുരളി നിർവഹിച്ചു. ഒരു വീട്ടിൽ തന്നെ നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും എല്ലാവരും നമുക്ക് ഒരുപോലെ കാണണമെന്നൊക്കെ പറയും. ഒരു 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികളെ ഒരുപോലെ കാണണമെന്ന് പറയും. പക്ഷെ പലപ്പോഴും അങ്ങനെ ആവില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അങ്ങനെ ആവില്ല. അത് വിദ്യാർത്ഥികളുടെ ഇടയിലും അധ്യാപകർ എല്ലാം പറയും. വിദ്യാർത്ഥികളെല്ലാം അധ്യാപകനെ ഒരേപോലെ ആയിരിക്കണം, തുല്യതയോടെ കാണണം എന്നൊക്കെ പറയും. തിയററ്റിക്കലി കറക്റ്റാണ്. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു. വി കെ മുരളീധരൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പി രാജൻ, ഡോക്ടർ എം ആർ രശ്മി, ഡോക്ടർ റഷീദ, ഡോക്ടർ ബിന്ദു മേനോൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള കലാമണ്ഡലം ചാൻസലറുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച സർക്കാർ നടപടി വിവാദമാകുന്നു. പ്രതിഷേധവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാർ ചാൻസലറുടെ പ്രതിമാസ ഓണറേറിയം ഭീമമായി വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് നേതാക്കൾ. കുളപ്പുള്ളി പട്ടാമ്പി പാതയിൽ വാടനംകുറിശ്ശിയിലൂടെ ദുരിതയാത്ര. മേൽപ്പാല നിർമ്മാണം പാതിവഴിയിലായ റെയിൽവേ ഗേറ്റ് പരിസരത്ത് പാതയിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. മഴ പെയ്യുമ്പോൾ പാത പുഴ പോലെ. റോഡ് നവീകരണം പുരോഗമിക്കുന്ന റൂട്ടിൽ പല ഭാഗങ്ങളിലും ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ച. ഒറ്റപ്പാലത്തെ തഴഞ്ഞ് ദീർഘദൂര ട്രെയിൻ സർവീസുകൾ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന സ്റ്റേഷനിൽ ദീർഘദൂര വണ്ടികൾക്ക് ഇപ്പോഴും സ്റ്റോപ്പില്ല. കോവിഡിനെ തുടർന്ന് നിർത്തലാക്കിയ പല ട്രെയിനുകളുടെയും സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. അടിയന്തരാവസ്ഥ ചരിത്രം പാഠപുസ്തകത്തിൽ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തണമെന്ന് എമർജൻസി വിക്ടിംസ് ഫോറം. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികളെ 2ാം സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രഖ്യാപിക്കണം. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ തെരുവിലിറങ്ങിയവരുടെ കൂട്ടായ്മ പാലക്കാട്. വടക്കാഞ്ചേരിയിൽ അർദ്ധരാത്രിയുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. അപകടം നിയന്ത്രണം വിട്ട സ്കോർപിയോ ടിപ്പർ ലോറിയിലും മതിലിലും ഇടിച്ച്. പരിക്കേറ്റത് ചെറുതുരുത്തി സ്വദേശികൾക്ക്. വടക്കാഞ്ചേരി വാഴാനി റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.